അതിനു മുമ്പ് തന്നെ പേടിച്ചു പോയി. ഒരു ഓലമേഞ്ഞ വീട്ടിൻ്റെ അത്യാവശ്യം വീതിയുള്ള മണ്ണ് മെഴുകിയ വരാന്തയിൽ ചലനമറ്റ ഒരു മനുഷ്യൻ്റെ, ഒരു വല്യപ്പൻ്റെ ശവശരീരം കിടത്തിയിരിക്കുകയാണ്. അത് എല്ലാ മനോഹരമായ രൂപത്തിൽ തന്നെയാണ് ഈ മയ്യത്ത് കിടത്തിയിട്ടുള്ളത്. അപ്പോൾ ആരുമില്ലാത്ത ആ കുടുംബം, ഇവർ രണ്ടുപേരും കൂടിയാണ് എല്ലാ ദിവസവും ഓരോ വീടാന്തരം പോകുന്നത്. കിട്ടുന്നത് കൊണ്ട് വീട്ടിൽ വന്ന് രണ്ടുപേരും ഭക്ഷണം കഴിക്കും, തമാശകളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങും. ഇപ്പോൾ ആ വീട്ടിൽ അവശേഷിക്കുന്നതൊരു വല്യമ്മ മാത്രമാണ്. കൂട്ടുകാരനായ ഭർത്താവ് ചലനമറ്റ ശരീരമായി മുൻപിൽ കിടക്കുന്നു. അപ്പോൾ നമ്മുടെ മത മേലധികാരികളും അധ്യക്ഷന്മാരും പുരോഹിതന്മാരുമെല്ലാം മതത്തിൻ്റെ അടയാളങ്ങളുമായി വന്ന് അതിൻ്റെ ചുറ്റും ഇരുന്നു. അങ്ങനെ ഇരുന്നതിന് ശേഷം അവർ പറഞ്ഞു, നമുക്ക് ഈ ജഡം ആചാരപ്രകാരം നമുക്ക് സംസ്കരിക്കണമെങ്കിൽ അരി വേണം, നുറുക്കലരി. നാഴിയുടെ പകുതിയാണ് ഇപ്പോൾ ഈ പറയുന്ന അളവ്. അപ്പോൾ കരഞ്ഞ് കലങ്ങി തളർന്ന ആ പ്രായമേറിയ സ്ത്രീ ശിരസ്സുയർത്തി അവരെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അരി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ നിങ്ങൾക്കിപ്പോൾ കിട്ടുമായിരുന്നില്ലല്ലോ. വൈലോപ്പിള്ളിയുടെ അരിയില്ലാഞ്ഞിട്ട് എന്ന കവിതയുടെ മലയാളം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതാണ്. മതങ്ങളും മതാശയങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു മനുഷ്യന് വേണ്ടത് ജീവിക്കാൻ ആവശ്യമായതാണ്. അത് നൽകിക്കൊണ്ടിരുന്നാൽ മരണത്തെ നമുക്ക് തോൽപ്പിക്കാം. തഴവ പറഞ്ഞതുപോലെ, മരിക്കാതിരിക്കാൻ എന്ത് മാർഗം ഉണ്ടടോ, ത്യജിക്കാതിരുന്നാൽ മാർഗവും അതിനുണ്ട്. അതിനായി നീ ഓതണം ലഖദ് ജാഅ തൊട്ട്, അതിൻ്റെ ഇന്തിഹാ വരെ രാവിലെയും വൈകിട്ട്. ഒരു ചെറിയ ഉപദേശം നൽകിയതാണ് അദ്ദേഹം. ഇവിടെ ആരംഭിച്ച വാചകം ഏറ്റവും പ്രസക്തമായിരുന്നു. സജ്ജാദ് ഫാറൂഖിയുടെ ആ വാക്കുകൾ, അത് ഖുർആൻ സൂറത്തുൽ ബലദ്. അതിലെ ഒരു വാക്ക് തന്നെ വിവരിച്ചാൽ മണിക്കൂറുകൾ വേണം. അപ്പം ഞാൻ അതിലേക്ക് കടക്കുകയല്ല. അവിടെ എല്ലാവരെയും പരാമർശിച്ചു. അനാഥ കുട്ടികൾ, അഗതികൾ, അശരണർ, വേദനിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, പ്രയാസമനുഭവിക്കുന്നവർ. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാകുന്നത് പിന്നീടാണ്, ആദ്യം മനുഷ്യരാകണം. അതാണ് ആദ്യത്തെ നിർദ്ദേശം. അതാണ് സൂറത്തുൽ ബലദ്. ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് രോഗത്തിൻ്റെ വ്യാപനത്താൽ വേദനിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ നഗ്നരായിരിക്കുന്നു, ഞങ്ങൾക്ക് വസ്ത്രം വേണം, ഉടുതുണി വേണം. സർവേശ്വരൻ ദൈവം ഞങ്ങളുടെ മുൻപിൽ കഞ്ഞിയായി അവതരിച്ചു, വസ്ത്രമായി അവതരിച്ചു, ഔഷധമായി അവതരിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നു, പണത്തിനായുള്ള വിശപ്പ്. ഞങ്ങൾക്ക് മതിയാകുന്നില്ല. സമ്പത്തിനായുള്ള വിശപ്പ്, പെരുമ കാണിക്കാനുള്ള വിശപ്പ്, ആഢ്യത പ്രകടിപ്പിക്കാനുള്ള വിശപ്പ്. ദൈവം ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എങ്ങനെ പ്രത്യക്ഷപ്പെടും? സൂര്യനിൽ മരിച്ചത് ദൈവമായിരുന്നു. എല്ലാ വാക്കും അതിനകത്തുണ്ട്. കൃഷ്ണവാര്യരുടെ കവിതയാണ്, NV ആണ്. ഇത്ര ഗംഭീരമായി പറയണമെങ്കിൽ അദ്ദേഹത്തിനെ കഴിയുമോ? അത് മതത്തെ വരച്ച വരയിൽ നിർത്തിയിട്ട് ചിന്തിക്കാൻ പ്രചോദിപ്പിച്ചതാണ്. മതധർമ്മം എന്നത് മാനുഷിക സേവനമാണെന്ന് പ്രഖ്യാപിച്ച വാചകങ്ങളാണ്. അതാണ് ഖുർആൻ ചെയ്തത്. സൂറത്തുൽ ബലദിൻ്റെ സന്ദേശം അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചതതിനാണ്.
ഒന്നുകൂടി പറഞ്ഞാൽ, ജാതി, മത, ദേശ, ഭാഷ, വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല വേദനയ്ക്ക്, ജനനത്തിന്, മരണത്തിന്, രോഗങ്ങൾക്ക്, പട്ടിണിക്ക്, പരിവട്ടങ്ങൾക്ക്, പരിവേദനങ്ങൾക്ക്. ഇതൊന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് സാമൂഹികമായ ഇത്തരം വിഷയങ്ങളിൽ ദയയോടൊപ്പം ഒരു സമൂഹം എന്ന നിലയിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പങ്കാളികളായി നിലകൊള്ളണം, മുന്നോട്ട് പോകണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ യത്നിച്ച നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരുടെയും പേരിവിടെ സെക്രട്ടറി ഉണർത്തിയിരുന്നു റിപ്പോർട്ടിൽ. ഞാൻ ഇത് ആവർത്തിക്കുകയല്ല. അവർക്ക് പ്രചോദനമായി നിങ്ങൾ കൂടെ നിൽക്കുക, മാർഗദർശികളായി മുൻപിൽ നടക്കുക, സഹകാരികളായി ഒപ്പം ചേരുക. എല്ലാം നന്നായിരിക്കുവാൻ ബുഖാരിയുടെ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂല് ഒരു മയ്യത്ത് പള്ളിയിൽ വന്നു. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ഇതിന് വല്ല കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഒരു കടബാധിതനാണ്, കഷ്ടത അനുഭവിക്കുന്നു, പ്രയാസപ്പെടുന്നു. ഉടനെ ഇസ്ലാം അദ്ദേഹത്തോടൊപ്പം നിൽക്കുക കേട്ടോ, നബി അദ്ദേഹത്തോടൊപ്പം ചേരുകയാണ്. അപ്പം ഞാനത് ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് വേദനിക്കുന്നുവോ, സമാശ്വസിപ്പിക്കാൻ ഞങ്ങളുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞ വാചകം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ നല്ല സംരംഭങ്ങളും പടച്ചവൻ അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഈ പ്രവർത്തനങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നിൽ അർപ്പിതമായി കർത്തവ്യം നിർവഹിച്ചതായി അറിയിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ